ഇതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും വന്നിരുന്നു. ഫിറ്റ് ചെയ്ത ഉടനെ ഒരു ബില്ല് വന്നു. അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഇങ്ങനെ ഒരു ബില്ല് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. പലപ്പോഴും വെയിൽ കിട്ടാത്ത സമയത്ത് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് അന്ന് ചെയ്ത എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് സോളാറിനെ കുറിച്ചുള്ളൊരു എപ്പിസോഡ് ചെയ്തു, സോളാർ പവറിനെ കുറിച്ച്. അതിനുള്ളൊരു കണ്ടിന്യൂഷൻ എപ്പിസോഡാണ്. അന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെയ്ബർ കുറച്ചപ്പുറത്തുള്ള വീട്ടിലുള്ള റെനി ഫിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ലാഭമുണ്ടായിരുന്നു, വലിയ ലാഭമുണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെയും കുറച്ച് പഴയ ടൈപ്പ് തറവാട് വീടാണല്ലോ, ഒരുപാട് റൂംസൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബില്ല് വരുന്ന വീടാണ്, ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നതാണ്, റിലേറ്റീവ്സ് വരുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 15 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി. കുറച്ചൊക്കെ പേടിയായി. ആ ഫീഡ്ബാക്കിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസ്സിലും മറ്റു പേപ്പേഴ്സിലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും വന്നിരുന്നു. അതായത് നമ്മുടെ പഴയ ഒരു സീനിയർ പോലീസ് ഓഫീസറായ ലേഡി, എല്ലാവരുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ അവരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഫിറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് വറീഡായി. അപ്പോൾ അന്നത്തെ ഇത് ഇറക്കിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ബില്ല് വരുമ്പോൾ ഞാൻ ഫോളോ അപ്പ് വീഡിയോസ് ചെയ്യാം. ബിക്കോസ് ഞങ്ങൾക്കും അറിയില്ലല്ലോ, വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയാലേ അറിയുള്ളൂ. നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യണം, ഈ വീടിന് യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട്സൊക്കെ വായിച്ചപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ ഒന്ന് ടെൻഷനായി, എൻ്റെ വൈഫൊക്കെ. അതായത് നമ്മൾ ഇത്രയും 2.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഞങ്ങളൊക്കെ ആലോചിച്ചത് ഒരുപാട് കാലത്തേക്കാണല്ലോ, ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലത്തേക്കാണ് ആലോചിക്കുന്നത്, കുറേ കാലത്ത് ഒരു ഫ്യൂച്ചറിനെയും കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട്സ് കണ്ടപ്പോൾ നമുക്ക് ടെൻഷനായി. പക്ഷേ ഏതായാലും അനുഭവത്തിൽ നിന്നേ നമുക്ക് എന്തും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബില്ലിന് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഫിറ്റ് ചെയ്ത ഉടനെ ഒരു ബില്ല് വന്നു. അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഏതായാലും ഫിറ്റ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വന്നു. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും അവർ പഴയ ബില്ല്, നമ്മൾ നോർമൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതിൻ്റെ ബില്ല് തരണമല്ലോ, അപ്പോൾ അത് തരുമ്പോഴേക്കും ഒരു 10 ദിവസമായിരുന്നു. അപ്പോൾ ആ 10 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ അന്നൊരു ഞങ്ങളുടെ യൂഷ്വൽ ബില്ല് വരുന്നതിൻ്റെ കാട്ടും ഒരു 12 ദിവസം നേരത്തെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ ഈ ഒരു വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഗുണം കിട്ടേണ്ടതാണ്. അപ്പോൾ അന്ന് വന്നത് സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ബൈ മന്ത്ലി വരുന്നത് 10,000 രൂപയുടെ അടുത്താണ്. അതായത് ഞാൻ പറഞ്ഞിട്ട് വലിയ വീടാണ്, അതായത് 6 ബെഡ്റൂമുണ്ട്, ഒരുപാട് ഗസ്റ്റ് വരുന്നതാണ്, ഞങ്ങൾ കുടുംബക്കാർ ഒരുപാട് വന്ന് താമസിക്കുന്നതാണ്. അതുകൊണ്ട് യൂഷ്വലി കുറച്ച് ഹൈ ബില്ലാണ് വരാറുള്ളത്. അപ്രാവശ്യം അവർ ബില്ല് തന്നപ്പോൾ അത് 7,000 ചില്ലാനായി. പക്ഷേ ഓർക്കണം, അതിൽ ഒരു 12 ദിവസത്തെ എക്സ്ട്രാ ബില്ല് വന്നിട്ടില്ല, അതിന് മുമ്പ് തന്നെ നേരത്തെ എത്തി. പക്ഷേ എന്നാലും കുറവുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു സമാധാനം കിട്ടി. അപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ എന്നാലോചിച്ചു. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബില്ല് വന്നു. ആ ബില്ല് തന്നെ കാണിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ അതെ, ഇതാണ് രണ്ടാമത് വന്ന ബില്ല്. നമുക്ക് ആദ്യത്തെ ബില്ലായിട്ട് കണക്കാക്കാം, ബിക്കോസ് മറ്റേത് ആ കൂടി ഒരു 7 ദിവസത്തെ കാര്യമേ കിട്ടിയിട്ടുള്ളൂ. ഡേറ്റ്സ് ഇതിലുണ്ട്. 11/6/24 വന്ന ബില്ലാണ്, ജൂണിൽ. അപ്പോൾ മെയ് 1 മുതൽ ജൂൺ 1 വരെയുള്ള ഏകദേശം ബില്ലാണ്, ഒരു മാസത്തെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലാസ്റ്റ് പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ 7,000 ചില്ലാനുമാണ്. നമ്മൾ സോളാറിൻ്റെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതുണ്ട്. മീറ്ററിൻ്റെയൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കൺസംഷനും നമ്മുടെ ജനറേഷനും ഇട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കരുത്, ഞാനൊരു ടെക്നിക്കൽ ആളല്ല. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇതിൽ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ എനിക്കും അച്ഛനും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നിയത് ഇതാണ്. ഒരു മാസത്തേക്ക് 355 രൂപയാണ് വന്നത്. അത് ഞങ്ങൾ പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ബില്ല് എന്തായാലും നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ബില്ലായിരുന്നു. ആദ്യത്തെ ബില്ലെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ ഒരു മറ്റേ ഫിറ്റ് ചെയ്ത ഉടനെ അവർ അതുവരെ ഉള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബില്ല് തന്നു. അതായിരുന്നു ഇതാ ഈ കാണുന്ന, ഇവിടെ വരുന്ന 7,000 എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചല്ലോ, എവിടെ കിടക്കണോ, ഓക്കെ. ലാസ്റ്റ് പേയ്മെൻറ്റ് അതാ ഫോക്കസിലേക്ക് വരട്ടെ. ഓക്കെ, 7,186 ആ സമയത്തുള്ളത് ക്ലിയർ ചെയ്തു. ഇത് പിന്നെ ഉള്ളത് മെയ് 1-ാം തീയതി മുതൽ ജൂൺ വരെ ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിങ്ങും കൺസംഷനും ഇവിടെ കാണുന്നുണ്ട്, ജനറേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 355 അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അന്നത്തെ ആ സോളാർ പവറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബില്ല് വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു.
നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ ഒരുപാട് ആൾക്കാർ നല്ലതിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ അഡ്വൈസ് ചെയ്തിരുന്നു, ഇതൊക്കെ നോക്കണം കൃത്യമായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കറക്റ്റാണ്, നമുക്ക് പെട്ടെന്ന് അവരുടെ ജാർഗൺ മനസ്സിലാവില്ല, ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. പിന്നെ നമ്മൾ ടെക്നിക്കൽ ആൾക്കാരല്ലല്ലോ. പിന്നെ എന്തായാലും അറിയാം, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നതല്ല, നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ലോവർ റേറ്റിലാണ് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും അങ്ങോട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണമല്ലോ ഈ 355 ആയത്. പക്ഷേ ഇനി വരും ബില്ലുകളിലാണ് ഇനി ബാക്കി നോക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ജൂൺ 1 വരെയുള്ള ബില്ലിൽ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പേപ്പറിൽ വായിച്ചതും പലരും എന്നെ അഡ്വൈസ് ചെയ്ത കാര്യങ്ങളിലും വിശ്വാസമില്ല എന്നല്ല, അത് പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടാവും, അതിലൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു മനസമാധാനം, ഇങ്ങനെ ഒരു ബില്ല് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഈ 355 രൂപയുടെ ബില്ല് അടച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമുണ്ട്. ബിക്കോസ് ഇത് ഫിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഞാനും വൈഫൊക്കെ ആലോചിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ വൈഫ് ആദ്യം തന്നെ പറഞ്ഞത്, അന്ന് നല്ല സമ്മറായിരുന്നു, ഇനിയപ്പോൾ നമുക്ക് ഫുൾ ടൈം AC ഇട്ടിട്ടിരിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. പക്ഷേ പിന്നീട് ഇത് ഫിറ്റ് ചെയ്തവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്നതിന് കിട്ടുന്ന പൈസ വളരെ തുച്ഛമായിരിക്കാം, നിങ്ങൾ വാങ്ങുന്നത് കൂടുതൽ ഹയർ ഇതിലായിരിക്കും, അതും പ്രത്യേകിച്ച് സ്ലാബുകൾ മാറുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്, നമ്മൾ സോളാർ ഫിറ്റ് ചെയ്താലും നമ്മൾ സാധാരണ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഞങ്ങളന്ന് AC ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ഉപയോഗിച്ചില്ല. നമ്മൾ റൂം ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കി ഫാൻ വെച്ച് മാനേജ് ചെയ്യുകയോ. അതായത് പാലക്കാടൻ സമ്മർ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാവുന്നതാണ്, പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ്. ഇപ്രാവശ്യം 45, 46 ഒക്കെ എത്തിയതാണ്. പിന്നീട് ഈ ആവശ്യമില്ലാത്ത ലൈറ്റ്സ് ഓൺ ചെയ്ത് വെക്കില്ല. ഇതൊരു പഴയ വീടാണ്, ഒരുപാട് റൂംസും ഉണ്ടാവും. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഒരു റൂമിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയണിങ് കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത്, അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ അറിയുള്ളൂ കൃത്യമായിട്ട്. ഇപ്പോഴൊന്നല്ല കേട്ടോ, പണ്ടും സൂക്ഷിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത്തിരി കൂടുതൽ സൂക്ഷിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളും കൂടി കെയർ എടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫാമിലിക്ക് ഒരു സേവിങ്സ് വരുള്ളൂ. ഇത് ആരെയും ഉപദേശിക്കാനോ അഡ്വൈസ് തരാനൊന്നും അല്ല, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ ആദ്യം റെനിയോട് മറ്റു ചോദിച്ചിട്ടാണ് ഇത് വെച്ചത്. ഞങ്ങളുടെ നെയ്ബർ, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് വളരെ എന്താ പറയുക, നല്ല രീതിക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് സേവിങ്സ് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളും കൂടി ഫിറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹം യൂസ് ചെയ്ത അതേ ആൾക്കാരാണ് ഇവിടെ ഫിറ്റ് ചെയ്തത്. അവരും പറഞ്ഞതാണ്, നിങ്ങളും കൂടി കെയർഫുൾ ആവുക. അതായത് ഇപ്പോൾ സോളാർ ഉണ്ട്, നിങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാരിക്കോരി ഉപയോഗിക്കാതെ ആവശ്യത്തിന് ഉപയോഗിക്കൂ. പക്ഷേ നമ്മളൊന്നും കൂടി കെയർഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഗുണം കിട്ടും. ബിക്കോസ് നമ്മുടെ യൂസേജ് കുറയുകയും നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൂടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം, ഞാൻ ആ മീറ്ററിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഈവൻ മഴക്കാലത്തടക്കം ഇടയിൽ വന്ന് വീഴുന്ന ഇളം ചൂടിലും ഇളം വെയിലിലും എന്താ പറയുക, ഈ ഇടയ്ക്കൊരു ഭയങ്കര ഷെയ്ഡ് ഉണ്ടാകുമ്പോൾ പോലും ഉത്പാദിപ്പിക്കുന്നുണ്ട് പാവം പാനലുകൾ. അവർ പറഞ്ഞിരുന്നു അത് ചെയ്യുന്നു, ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വരുന്നുണ്ട്. നേരത്തെ ഉള്ള ആ നല്ല സമ്മറിലുള്ള അത്ര എന്തായാലും ഉത്പാദിപ്പിക്കില്ല. അന്ന് 21+ ഒക്കെ ഒരു ദിവസം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 12, 14, 15 ഒക്കെ ചില ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയൊരു സമാധാനമാണ്. അപ്പോൾ ഇപ്പം നോക്കേണ്ടത്, അടുത്തൊരു ഷോർട്ട് വീഡിയോ എങ്കിലും ചെയ്യാം ഉറപ്പായിട്ടും. നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെസ്സേജസ് അയക്കുകയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഇനി നോക്കേണ്ടത്, ഈ മഴക്കാലത്ത് പലപ്പോഴും വെയിൽ കിട്ടാത്ത സമയത്ത് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി, ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാനൊരു കൊച്ചു ഷോർട്ട് വീഡിയോ എങ്കിലും, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ചെയ്തത് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ബില്ല് വരാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും അന്ന് കണ്ട പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇതിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് എന്ത് ഗുണമുണ്ടായോ അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടായോ അല്ല കുറഞ്ഞോ എന്നുള്ളത് നോക്കാം. ഞാൻ ഏതായാലും ആ മീറ്റർ ഒന്നും കൂടി കാണിച്ചു തരാം. അതായത് നമുക്ക് അച്ഛൻ്റെ ഫോണിലൊരു ആപ്പ് ഉണ്ട്, അതിൽ ഡെയിലി കിട്ടുന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, മീറ്ററിലും പോയി നോക്കിയാൽ ഓരോ ദിവസവും ഒരു മാസത്തിലും എത്ര കിട്ടിയെന്നൊക്കെ ഉള്ള ബേസിക് ഇൻഫർമേഷൻ അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇളം ചൂടിലും ഈ ഇളം വെയിലിലും ഈ മഴക്കാലത്തും അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തന വിരസതയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ വീണ്ടും പറയാണ്, മഴക്കാലം തുടങ്ങിയപ്പോൾ ഇനി അടുത്ത ബില്ലിൽ നോക്കണം ഞങ്ങൾക്ക് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റി, എന്ത് സേവിങ്സ് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതെ, ഇതാണ് മീറ്റർ. ഈ റിഫ്ലക്ഷനൊക്കെ ഒന്ന് ക്ഷമിക്കുക, എനിക്കറിയാം എന്നെയും കാണുന്നുണ്ട്, ക്യാമറയും കാണുന്നുണ്ടെന്നൊക്കെ. പക്ഷേ അതെ, ഇങ്ങനെ ഇടുമ്പോൾ ഇതെവിടെ ഇപ്പോൾ ലൈറ്റ് വന്നപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു. ബേസിക് ഇൻഫോ ഇതും കൂടി പാക്ക് ചെയ്തു, ടോട്ടൽ എനർജി ഒക്കെ കിട്ടി. എന്നിട്ട് നമ്മൾ താഴെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ 1281 യൂണിറ്റ്സ് kWh കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ലാസ്റ്റ് മന്ത് എത്ര ഉത്പാദിപ്പിച്ചു, അതെ ലാസ്റ്റ് മന്ത്, ദിസ് മന്താണ് ആദ്യം 351, ലാസ്റ്റ് മന്ത് 557.
അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലാവില്ല. ഏതായാലും ബേസിക് ഇൻഫോ എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുള്ളൂ. അത് നിങ്ങളുടെയും കൂടി ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സോളാർ എനർജി ഫിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസിലെ സെക്കൻഡ് വീഡിയോ ഇതിപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്കും കൂടി ഗുണകരമായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ പറ്റും അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബില്ല് മാത്രം പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നവർക്കോ അല്ല ഉപയോഗിക്കാൻ ചിന്തിക്കുന്നവർക്കോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചിന്തിക്കുന്നവർക്കോ ഗുണപ്രദമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ്. ബാക്കി എപ്പിസോഡുകളും ബാക്കി കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലവ് യു ഓൾ. ബൈ.